Hi friends, welcome to the virtual platform of IBPS. എൻ്റെ പേര് ASHISH MATHEW. ഇന്ന് നമ്മൾ സർക്കുലർ അറേഞ്ച്മെൻറ്റ് ടോപ്പിക്കാണ് പഠിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സർക്കുലർ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഡയറക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. 8 പേര് ഫേസിംഗ് ആണെങ്കിൽ സെൻറ്റർ ഫേസിംഗ് ആണോ ഔട്ട്സൈഡ് സെൻറ്റർ ആണോ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നത് ഫേസിംഗ് തന്നിട്ടില്ല. ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കണം അല്ലേ. സെൻറ്റർ ഫേസിംഗ് ആണോ അതോ ഫേസിംഗ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്വസ്റ്റ്യനിൽ എന്നാ പറയുന്നത് വെച്ചാൽ 8 പേരുണ്ട് അല്ലേ. ABCD EFGH are sitting around a circular table but not necessarily in the same order. Some of them are facing inside and outside the circle. Okay, first statement നമുക്ക് തന്നിരിക്കുന്നത് A sits third to the right of H. Okay, A sits third to the right of H. Okay, Hൻ്റെ തേർഡ് റൈറ്റിലാണ് A ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത തന്നെ പറഞ്ഞേക്കുന്നത് 2 people sit between H and B. Okay, 2 people sit between H and B. Okay, അപ്പോൾ എച്ചും ബിൻ്റെ ഡയറക്ഷൻ നമുക്കറിയത്തില്ല, ജസ്റ്റ് 2 പേരുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്ത C sits second to the left of B. Okay, C sits second to the left of B. Okay, ബിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് C ഇരിക്കുന്നത്. അടുത്ത പറഞ്ഞേക്കുന്നത് 3 people sit between B and E. 3 people sit between B and E. ഓക്കെ, അവരുടെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടില്ല. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് D is second to the left of F. ഓക്കെ, D is second to the left of F. Who is not an immediate neighbor of E. അല്ലേ, അപ്പോൾ ഹൂ അവിടെ ഉദ്ദേശിക്കുന്ന എഫിനെയാണ്. F is not the immediate neighbor of A എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, F is not an immediate neighbor of E. ഓക്കെ, എഫും എയും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് അല്ല. അടുത്ത പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എച്ച് ഫേസസ് ദ സെയിം ഡയറക്ഷൻ ആസ് എച്ച്. ഓക്കെ, ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എച്ച് ഫേസസ് ദ സെയിം ഡയറക്ഷൻ ഓഫ് എച്ച്. ഓക്കെ, അപ്പം എച്ച് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നെയായിരിക്കും നെയ്ബേഴ്സും ഫേസ് ചെയ്യുന്നത്. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത എന്നാന്ന് വെച്ചാൽ എഫ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ. ഓക്കെ, എഫ് സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എ ഹു ഫേസസ് ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എ എന്നാണ് സെൻറ്റർ ഫേസിങ്. ഓക്കെ, എ എന്നാണ് സെൻറ്റർ ഫേസിങ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത പറയുന്നത് ദ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എ ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എ. ഓക്കെ, ദ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഓഫ് എ ഫേസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എ. ഓക്കെ, എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എൻ്റെ നെയ്ബേഴ്സ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് വെച്ച് 8 പേരെ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചേക്കാം. 8 പേരുണ്ടല്ലേ. ഓക്കെ, അപ്പം 8 പേരെ നമ്മൾ ഓപ്പോസിറ്റ് ഫേസിങ് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇനിയുള്ള മെയിൻ ക്വസ്റ്റ്യൻ അല്ലേ, പല ആസ്പിറൻസിനുള്ള മെയിൻ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എൻ്റെയാണ്. കാരണം എ നമുക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എ സെൻറ്റർ ഫേസിംഗ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്യുവാണ്. എ സെൻറ്റർ ഫേസിംഗ് ആണ്. ഓക്കെ, എ സെൻറ്റർ ഫേസിംഗ് ആണ്. എൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് എഫ്. ഓക്കെ, അപ്പോൾ എൻ്റെ ലെഫ്റ്റ് എങ്ങോട്ടാണ്? സെൻറ്റർ ഫേസിംഗ് ആണ്. എൻ്റെ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ തേർഡ് ലെഫ്റ്റ് ആണ്. അപ്പം എഫ് എവിടെ വരും? ഈ പൊസിഷനിലായിരിക്കും എഫ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഇനി നമുക്ക് ഏതാ എടുക്കാൻ പറ്റുന്നത്? പിന്നെ നമുക്കറിയാവുന്ന തന്നെയാണ് എൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ എ ഇൻസൈഡ് ഫേസിംഗ് ആണെങ്കിൽ നെയ്ബേഴ്സ് ആരാന്ന് നമുക്കറിയത്തില്ല, പക്ഷേ അവർ ഔട്ട്സൈഡ് ഫേസിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ എടുക്കാൻ പറ്റുന്നത്? എഫ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ? എഫ് റിലേറ്റഡ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അല്ലേ. എഫിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ഡി ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. 2 കേസസ് പോസിബിളാണ് അല്ലേ. ഇവിടെ നമുക്ക് ഡീനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഡീനെ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക്
ആ രണ്ട് കേസ് ഒരുമിച്ച് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിവിടെ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ വരച്ചിട്ട് രണ്ടിനെയും സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് പോവുകയാണെങ്കിൽ ഓക്കെ, ഇത് തന്നെ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. എ, ഇവിടെ എഫ്. ഓക്കെ, അപ്പം എഫ്, ഇവിടെ ഞാൻ എഫിനെ സെൻറ്റർ ഫേസിങ്ങും ഇവിടെ ഞാൻ എഫിനെ ഫേസിങ് ഔട്ട്സൈഡ് ദ സർക്കിളും ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ സെൻറ്റർ ഫേസിങ് ആണെങ്കിൽ ഡി എവിടെ വരും? സെൻറ്റർ ഫേസിങ് ആണ്, ലെഫ്റ്റ് എങ്ങോട്ടാണ്? സെൻറ്റർ ഫേസിങ് ആകുമ്പോൾ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പം ഡി ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ. ഈ കേസിലാണെങ്കിലോ ഫേസിങ് ഔട്ട്സൈഡ് ആണ് എഫ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഡി എവിടെയായിരിക്കും വരുന്നത്? ഈ പൊസിഷനിലായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഏത് കണ്ടീഷൻ എടുക്കാൻ പറ്റുന്നത്? ഏതാണ് നമുക്കിവിടെ ഉള്ളത്? എച്ചിൻ്റെ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. എച്ചിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്, അതെടുത്താൽ കിട്ടുമോ നമുക്ക്? എച്ച്. ഓക്കെ, ഇതൊന്ന് നോക്കിയേക്കാം. അപ്പം എച്ചിൻ്റെ തേർഡ് റൈറ്റിലാണ് ഇ. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ തേർഡ് റൈറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എച്ചിന് ഇവിടെ, ഈ ഫസ്റ്റ് കേസിൽ എച്ചിന് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, എച്ച് ഇവിടെ പറ്റുമോ? ഇല്ല. കാരണം എന്നാണ്? എഫ് ഇവിടെ ഓൾറെഡി പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഓൾറെഡി ഡി പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ നോക്കുവാണ്. സെക്കൻഡ് കണ്ടീഷനിൽ ഇവിടെ ഓൾറെഡി എഫ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എച്ചിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്? എച്ചിനെ ഇവിടെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എച്ചിന് ഇവിടെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ എച്ചിൻ്റെ തേർഡ് റൈറ്റിലാണ് എ. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ തേർഡ് റൈറ്റിൽ എ ആവണമെങ്കിൽ എ എന്നായിരിക്കണം? എ ഫേസിങ് ഔട്ട്സൈഡ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതെടുക്കാൻ പറ്റുന്നത്? എച്ചിൻ്റെയും ബീൻ്റെ ഇടയ്ക്ക് രണ്ട് പേര്. ഓക്കെ, അപ്പം ഇവിടെ പോസിബിൾ? ഇവിടെ പോസിബിൾ ആണോ? അല്ല, കാരണം ഇവിടെ ഓൾറെഡി എ ഉണ്ട്. അപ്പോൾ ബി എവിടെയായിരിക്കും വരുന്നത്? ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ നമുക്കൊരു കേസ് അറിയാം. എച്ചിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എച്ചിൻ്റെ സെയിം ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് ഫേസിങ് ഔട്ട്സൈഡ് ആണെങ്കിൽ നെയ്ബേഴ്സും ഫേസിങ് ഔട്ട്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കേസസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്നതിനാണ് ബീൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് സി ഇരിക്കുന്നത്. സോറി, ഇമ്മീഡിയറ്റ് അല്ല, സെക്കൻഡ് ലെഫ്റ്റിലാണ് സി ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി എ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ സി എവിടെ വരും? ഈ പൊസിഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ബീൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് സി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെഫ്റ്റ് ഇങ്ങോട്ട് ആവണമെങ്കിൽ എ എന്നായിരിക്കണം? ഫേസിങ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെടുത്തു, ഈ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഇനി നമുക്ക് ഒരു പൊസിഷനും കൂടി വേക്കൻ്റ് ഉള്ളൂ അല്ലേ. അപ്പോൾ അതേതായിരിക്കും? എ ബി സി ഡി ഇ എഫ്. ഓക്കെ, എഫ് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി ജിയും ഇയും ഉള്ളൂ അല്ലേ. ആ രണ്ട് കേസസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും കണ്ടീഷൻസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. ബിയും ഇയും തമ്മിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ എവിടെ ആയിരിക്കും വരുന്നത്? ഈ പൊസിഷനിലായിരിക്കും വരും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തെങ്കിൽ ഇവിടെ ആരായിരിക്കും വരുന്നത്? ജി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2-3 കേസസും കൂടി ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇവിടെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ല, ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരാണ്? എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിയും ഡിയും എന്നായിരിക്കും? ഫേസിങ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, ബാക്കി കണ്ടീഷൻസ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ അറേഞ്ച്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്രോച്ച് ആയിരിക്കണം. ഈ ഒരു രീതി നിങ്ങൾ അപ്രോച്ച് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ ക്രാക്ക് ചെയ്യാം. ഓക്കെ.